ഒരു 20 പേര് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ സിനിമയിലത്ത് ഇഷ്ടമുള്ളതുകൊണ്ടാണ് കാണാൻ വന്നത്. കാരണം ഇപ്പോഴത്തെ OTT കാലത്ത് നമുക്ക് ഈ സിനിമ എങ്ങനെ അവൈലബിൾ ആണ്, കാണാൻ പറ്റും. എന്നിട്ടും 170 രൂപ കൊടുത്ത് പൈസ മുടക്കി അവർ തിയേറ്ററിൽ വരുന്ന ഒന്ന് വിജയുടെ അടുത്തുള്ള ഇഷ്ടം, ആ സിനിമയുടെ അടുത്തുള്ള ഇഷ്ടം, പിന്നെ റീമാസ്റ്ററിങ് എങ്ങനെ ഇരിക്കുമെന്ന് അറിയാം. ഞാൻ ഫസ്റ്റ് ടൈമാണ്, എനിക്ക് അറിയാലോ നമ്മൾ 90s കിഡാണ്. കുഞ്ഞുനാളിൽ നമുക്ക് ഈ സിനിമയൊക്കെ തിയേറ്ററിൽ കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. ഇപ്പം അതിനുള്ളൊരു ഭാഗ്യം കിട്ടി, അതുകൊണ്ടാണ് വന്നാൽ കാണാൻ വേണ്ടി. നല്ല പടമാണ്, നല്ല ഫസ്റ്റ് ടൈം തിയേറ്ററിൽ നല്ല പടം എന്ന് വെച്ചാൽ പഴയ ഫൈറ്റ് സീനൊക്കെ പഴയ രീതിയിൽ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പോലെ റിയലിസ്റ്റിക് അല്ലല്ലോ, മറ്റേ സൗണ്ടും എല്ലാം പഴയ രീതിയിൽ തിയേറ്ററിൽ നല്ല അടിപൊളി പടം. ഇതൊരു മാസ് സിനിമയല്ല, ഇതൊരു ലവ് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉള്ള ഒരു മൂവിയാണ് SJ സൂര്യയുടെ. മാസം പറഞ്ഞാൽ അത് വേറൊരു ഇതല്ലേ, ഒരു പുതിയൊരു അനുഭവം അങ്ങനെ തന്നെ പറയാം. കളർ ഗ്രേഡിങ് കൊള്ളായിരുന്നു കേട്ടോ, കളർ ഗ്രേഡിങ് കൊള്ളായിരുന്നു. ക്വാളിറ്റി പിന്നെ പഴയ ഒരു 2000 എടുത്ത ക്യാമറ അല്ലേ, അതിൻ്റെ ഒരു ഇത് പക്ഷെ കൊള്ളാം, ക്വാളിറ്റി ഉണ്ടായിരുന്നു. ചില സീനൊക്കെ കട്ടായിട്ടുള്ള കണക്ക് തോന്നി, ഫെയിലായി. 1-2 ചെറുതായിട്ടുള്ളത്. പിന്നെ സൗണ്ട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു കറക്റ്റ്, കാരണം ഇപ്പോൾ പുതിയ ഇതൊരു ഇതല്ലേ വരുന്നത്, അതിൻ്റെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ഖുഷി സിനിമ കിടിലമാണ്. കാരണം 2000 ഞാൻ ശ്രീപത്മനാഭ തിയേറ്ററിൽ കണ്ടാണ്. ഇവിടെ 100 ദിവസത്തിന് മുകളിൽ തിരുവനന്തപുരത്ത് ഓടിയ ഒരു സിനിമയാണ്. വിജയുടെയും ജ്യോതികയുടെ ഒക്കെ ഭയങ്കര ക്യൂട്ട് പെർഫോമൻസ് ഉള്ളൊരു സിനിമയാണ്. റീമാസ്റ്ററിങ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഒരു കിടില ഇതിൽ വന്നിട്ടില്ല. ഒരു അപ്സ്കെയിലിംഗ് വെർഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു റീമാസ്റ്ററിങ്ങിൻ്റെ ഒരു പവറൊന്നും കിട്ടിയില്ല. പക്ഷേ പാട്ടുകളൊക്കെ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ട്. പക്ഷേ സീൻസിലൊക്കെ ഒരു യെല്ലോ ഷെയ്ഡ്, ഒരു ഡാർക്ക് ഷെയ്ഡ് പോലെ തോന്നി. ഒരു പ്രോപ്പർ റീമാസ്റ്ററിങ് അവർ ചെയ്തിട്ടില്ല. പക്ഷേ സിനിമ കിടിലായതുകൊണ്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. എന്ന് പറഞ്ഞാൽ ഫുൾ സിനിമ നല്ല രസമാണ്. ക്യൂട്ട് ലവ് സ്റ്റോറി അല്ലേ. കാരണം വിജയുടെ പൂവേവനക്കാകെ, തുള്ളാതെ മനവും തുള്ളും, ഖുഷി, ഈ 3 പടങ്ങൾ കേരളത്തിൽ വൻ സ്വീകാര്യത നേടിയതാണ് ആ സമയം. എന്ന് ഭയങ്കര ഹിറ്റായിരുന്നു. 100 ദിവസത്തിന് മുകളിൽ ഓടിയ പടമാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വീണ്ടും കാണുമ്പോൾ ആ ഒരു മെമ്മറീസ് ഭയങ്കര രീതി വരും. ജ്യോതികയായാലും വിജയനും പിന്നെ SJ സൂര്യയുടെ ഒരു ഡയറക്ഷൻ മികവ്. ഇപ്പം വാലിയും ഖുഷിയും രണ്ടും കിടിലം പടമായിരുന്നു SJ സൂര്യ സംവിധാനം ചെയ്തത്. പിന്നെയാണല്ലോ അഭിനയത്തിലോട്ടൊക്കെ പുള്ളി വന്ന്. പുള്ളിയുടെ ഒരു സ്ഥിരം നമ്മൾ കാണുന്ന ഒരു തമിഴ് സിനിമ ശൈലിയല്ല. അപ്പോഴും വന്നപ്പോഴും അങ്ങനെ, ഇപ്പോഴും റിപ്പീറ്റ് കാണുമ്പോഴും അത് ഒരു ഭയങ്കര ഒരു രസമാണ്. റീമാസ്റ്ററിംഗ് വർക്ക് കുറച്ചും കൂടെ നന്നാവുന്നുണ്ട്. മോശമല്ല എന്നാൽ കിടിലുമല്ല, ഒരു മിഡ് ആയിട്ടുള്ളൊരു സാധനം. കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കാം. പണ്ടത്തെ എക്സ്പീരിയൻസ് എല്ലാം വന്ന് കൊള്ളാം. വിജയം എല്ലാ ജ്യോതിക എല്ലാം കൊള്ളാം. അല്ല, വിജയുടെ ഇപ്പം ഇവിടെ പലതും വിജയുടെ പടങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം ഫാൻസുകാർ തന്നെ ഓരോ പടങ്ങളും പിറന്നാളിന് അല്ലാതെ ഇപ്പം മെർസൽ, ബിഗിൽ, അങ്ങനെ മാസ് പടങ്ങൾ റിലീസ് വരും. ഇതേപോലെയുള്ള പടങ്ങൾ വല്ലപ്പോഴാണ് വരുന്നത്. ഇപ്പം ഗില്ലി വന്നിട്ടുണ്ടായിരുന്നു, അത് ഭയങ്കര വരവേൽപ്പ് കിട്ടിയതാണ്. ഇത് ഖുഷി തമിഴ്നാട്ടിലൊക്കെ വരവേൽപ്പ് കിട്ടി. സത്യം പറഞ്ഞാൽ ലേറ്റ് ആയിട്ടാണ് ഇവിടെ ഇപ്പോൾ റിലീസായി. 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് എനിക്ക് ഒന്ന് ഇവിടെ റിലീസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് തന്നെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, ഷോസ് ആയാലും വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ ഈ സിനിമകളൊക്കെ ഒരുപാട് പേർക്ക് പ്രിയപ്പെട്ടതാണ്. ഇന്ന് തന്നെ ഇപ്പോൾ ഒരു 20 പേര് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ സിനിമയിലത്ത് ഇഷ്ടമുള്ളതുകൊണ്ടാണ് കാണാൻ വന്നത്. കാരണം ഇപ്പോഴത്തെ OTT കാലത്ത് നമുക്ക് ഈ സിനിമ എങ്ങനെ അവൈലബിൾ ആണ്, കാണാൻ പറ്റും. എന്നിട്ടും 170 രൂപ കൊടുത്ത് പൈസ മുടക്കി അവർ തിയേറ്ററിൽ വരുന്ന ഒന്ന് വിജയുടെ അടുത്തുള്ള ഇഷ്ടം, ആ സിനിമയുടെ അടുത്തുള്ള ഇഷ്ടം, പിന്നെ റീമാസ്റ്ററിങ് എങ്ങനെ ഇരിക്കുമെന്ന് അറിയാം. അപ്പോൾ ഇതിൽ റീമാസ്റ്ററിങ് പ്രോപ്പറായിട്ട് വന്നിട്ടില്ല ഈ സിനിമയെ സംബന്ധിച്ച്. പക്ഷേ ഈ സിനിമ നല്ല കൊള്ളാവുന്നതുകൊണ്ട് നമുക്ക് അത് അധികം ബാധിക്കാതെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. അതാണ്. പിന്നെ വിജയെ സംബന്ധിച്ച് വിജയുടെ എനിക്ക് തോന്നുന്നു വിജയുടെ മാസ് പടങ്ങളെക്കാട്ടും ഇപ്പോൾ അനിയത്തിപ്രാവിൻ്റെ തമിഴ്, കാതലുക്ക് മര്യാദ, ഖുഷി, പ്രിയമാനവളെ, വിജയ്ക്ക് ആ ഒരു ലവ് സിനിമകൾ കുറേ ഉണ്ട്. അതിലെ ക്യൂട്ട് വിജയ് ഭയങ്കര രസം. അതിൽ പ്രത്യേകിച്ച് ഖുഷി, ഇതിൽ ഭയങ്കര ക്യൂട്ടാണ്. വിജയായാലും ജ്യോതികയായാലും ആ SJ സൂര്യയുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ നടപ്പ് സമ്പ്രദായത്തിലുള്ളൊരു തമിഴ് സിനിമയുടെ രീതിയിലല്ല അവർ കഥ പറഞ്ഞത്. അത് മേക്കിംഗ് ആയാലും കഥ പറച്ചില്ല. അപ്പോൾ അതിൻ്റെ മലയാളികൾക്ക് ഭയങ്കര കണക്റ്റ് ആവുന്നൊരു സിനിമയാണ്. ഈവൻ തമിഴിൽ നമ്മൾ പറയുമ്പോൾ കുറച്ചൊക്കെ ഒരു ഇതായിരിക്കും, പക്ഷേ ഇത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ആ സമയം തന്നെ പറഞ്ഞൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു സിനിമയായിരിക്കും ഖുഷി. അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകൾ വരുന്നതുകൊണ്ട് നല്ലത് തന്നെയാണ്. എന്തെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ വിജയ് പൊളിറ്റിക്സിലൊക്കെ ഇറങ്ങിയപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സിനിമകൾ ഒന്നും കൂടെ റീവിസിറ്റ് ചെയ്യാൻ കിട്ടുന്ന ആൾക്കാർ അത് യൂസ് ചെയ്യും. പിന്നെ മാസ് പടങ്ങൾക്ക് വിജയ്ക്ക് ഒരു ഭയങ്കര ഫാൻസ് ഉണ്ട്. അവർ ചിലപ്പോൾ ഇപ്പോൾ ഇതൊരു മാസ് പടമായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറേ ഭയങ്കരമായിട്ട് വിജയ് ഫാൻസ് അവരുടെ ഒരു ഫാൻസ് ഷോയൊക്കെ വെച്ചേനെ. ഇത് അങ്ങനെ അല്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ വെച്ചത്. പക്ഷേ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെയുള്ള പടങ്ങളും വയ്ക്കണം. ഒരു ഫാൻ ഷോ പോലെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും.